ഈ 2-3 ദിവസം മുമ്പ് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ അത്രമേൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. മുസ്ലിം സമുദായത്തിന്റെ ആളുകൾക്ക് എത്ര പാപം ചെയ്താലും കുഴപ്പമില്ല, പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്നാണ് അവരുടെ ഉസ്താദന്മാർ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ ആളുകളെ ലഹരി അതുപോലുള്ള വിഷയങ്ങളിലും തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുന്ന വിഭാഗത്തിൽ മുസ്ലിം ആളുകളാണ് കൂടുതൽ കാണുന്നത് എന്ന് തൊടുപുഴക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. പലപ്പോഴും ഒരുപക്ഷെ നാമോ അങ്ങനെ ചിന്തിക്കാതിരുന്നിട്ടില്ല ഇല്ലേ? നിങ്ങൾ എന്ത് ചെയ്താലും, കള്ളു കുടിച്ചാലും പെണ്ണു പിടിച്ചാലും എന്ത് ചെയ്താലും അള്ള പുറത്തു തരും, അള്ള പുറത്തു തരുമെന്നിങ്ങനെ പ്രവാചകന്മാരുടെ പ്രസംഗം നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടാവാം. എല്ലാം ചെയ്താലും കുഴപ്പമില്ല, അള്ള പുറത്തു തരുന്നവനല്ലേ. അള്ളാഹു പുറത്തു തരും. പക്ഷെ അള്ളാഹു പുറത്തു തരുന്നതിന് കൃത്യമായ നിബന്ധനകൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. തൗബയാണല്ലോ വൻ പാപങ്ങളെ പുറത്തു തരാൻ അള്ളാഹു നമുക്ക് നൽകിയത് തൗബയാണ്. ആ തൗബ തോന്നുമ്പോ ചെയ്യാനുള്ളതല്ല. ആ തൗബയ്ക്ക് കൃത്യമായ ഷെറുത്തുണ്ട്. ആ ഷെറുത്ത് പാലിക്കപ്പെട്ടിട്ട് തൗബ ചെയ്യുമ്പോഴാണ് നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നത്. അതിലൊന്നാമത്തെ ഷെറുത്ത്, ഇപ്പൊ ചെയ്ത തെറ്റ് കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു, ഇനി ഞാൻ അതിലേക്ക് കടന്നു പോവില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണമെന്നുള്ളതാണ്. ഇന്ന് തൗബ ചെയ്തു, നാളെ വീണ്ടും ആ തെറ്റിലേക്ക് കടന്നു പോവലല്ല. അള്ളാഹു പറഞ്ഞു പാടില്ല, അതങ്ങനെ തന്നെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം.